സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കള്ളന്റെ കയ്യിൽ സർക്കാർ താക്കോലേൽപ്പിച്ചു. UDFന്റെ രാഷ്ട്രീയ കള്ളത്തരം കാപട്യം പുറത്തായി. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ബിനോയ് വിശ്വം 24 പറഞ്ഞു. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നവർ സ്വർണം കട്ടവന്റെ വക്കീലിനെ തന്നെ ദേവസ്വം ബോർഡിന്റെ വക്കീലാക്കിയത് വഴി UDFന്റെ രാഷ്ട്രീയ കള്ളത്തരം, രാഷ്ട്രീയ കാപട്യം തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇതാണ് UDF. പുതിയ ഭരണശൈലിയെ പറ്റിയും സുതാര്യമായ ഭരണത്തെപ്പറ്റിയും എല്ലാം പ്രസംഗിച്ച മുഖ്യമന്ത്രിക്ക് ഇതേപ്പറ്റി എന്ത് പറയാനുണ്ട്? ദേവസ്വം മന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിക്കാണെന്ന്. ആ മുഖ്യമന്ത്രി എത്രയും വേഗം മൗനം വെടിഞ്ഞുകൊണ്ട് ഇതേപ്പറ്റി പ്രതികരിക്കണം. കള്ളൻ താക്കോലുമായി ഹൈക്കോടതിയിലേക്ക് വരുന്നു. ആ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചു കൊടുത്ത ഈ ഗവൺമെന്റിനെ പറ്റി ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം വർദ്ധിക്കുകയാണ്. സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചു. ഷഫീദ് റാവുത്തറിന്റെ വിവരങ്ങളുമായി. ഷഫീദ്, കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തെന്ന പ്രതിപക്ഷം പറയുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ സർക്കാർ കൃത്യമായൊരു മറുപടി പറഞ്ഞേ മതിയാകൂ, അല്ലേ? കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമാവുകയും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ചർച്ചയാക്കുകയും ചെയ്തൊരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീല് അഡ്വക്കേറ്റ് KB പ്രദീപിനാണ് ഈ ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി നിയമനം നൽകിയത്. ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമനം നൽകിയത് ഇതിനോടകം തന്നെ CPIM അടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് ഇക്കാര്യത്തിലെ നിലപാട് CPIM വ്യക്തമാക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് UDFന്റെ രാഷ്ട്രീയ കള്ളത്തരം, ആ കാപട്യം പുറത്തായി, കാര്യങ്ങളുടെ പോക്ക് വ്യക്തമാണ്. ഇതാണ് UDF. മുഖ്യമന്ത്രിക്ക് ഇതേപ്പറ്റി എന്തു പറയാനുണ്ട്? മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും കള്ളൻ താക്കോലുമായി കോടതിയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇന്ന് രാവിലെ ദേവസ്വം മന്ത്രി K മുരളീധരന്റെ പ്രതികരണം ഈ വിഷയത്തിൽ കേട്ടതാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. മാത്രമല്ല ഈ പ്രതികളെ കുറിച്ച് അറിയുന്നയാൾ അങ്ങനെ വരുമ്പോൾ ആ പ്രതികളുടെ ദൗർബല്യവും അറിയാമല്ലോ എന്നൊക്കെയുള്ള ചോദ്യമാണ് K മുരളീധരൻ പറഞ്ഞത്. വ്യക്തമായ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതേസമയം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് നിർണായകമായി മാറുകയും ചെയ്യും. രാഷ്ട്രീയ വിവാദമായി ഇതിനോടകം തന്നെ മാറിയിട്ടുമുണ്ട്. അനൂപ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.